എൻ നെഞ്ചിൽ കുടിയിരിക്കും നൻപ നൻപീസ്. ഒരു കുട്ടി സ്റ്റോറി പറയാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ എടുത്തത്. കുട്ടി സ്റ്റോറി എന്ന് പറയുമ്പോൾ തന്നെ ഇന്നത്തെ ദിവസം വളരെ സന്തോഷമുള്ളൊരു ദിവസമാണ്. ആരെ പറ്റിയിട്ടാണെന്ന് മനസ്സിലാവും. സാക്ഷാൽ ദളപതി വിജയെ പറ്റി. സാർ ഇന്ന് CM ആയിരിക്കുകയാണ്. തുടക്കത്തിൽ തന്നെ സാറെ അഭിനന്ദിക്കുന്നു. 1974 ജൂൺ 22 ഡയറക്ടർ ചന്ദ്രശേഖരൻ്റെയും സിംഗർ ശോഭ മേഡത്തിൻ്റെയും മകനായി വിജയ് ജനിച്ചു. തുടക്കത്തിൽ തന്നെ തൻ്റെ കൂടപ്പിറപ്പിനെ വിജയ്ക്ക് നഷ്ടമായിരുന്നു. എൻ്റെ അതൊരു വിഷാദത്തിലായിരുന്നു തുടർന്നുള്ള വിജയുടെ ജീവിതം. ആ സമയത്ത് തന്നെ വിജയ് ഒരു ചൈൽഡ്ഹുഡ് ആർട്ടിസ്റ്റായി തൻ്റെ അച്ഛൻ സിനിമയിൽ ആദ്യമായി കൊണ്ടുവന്നു. വിക്ടറി എന്ന പടമായിരുന്നു തുടക്കത്തിലുള്ള പടം. അത് കഴിഞ്ഞ് 1992 നാളെ തീർപ്പ് എന്ന പടത്തിൽ വിജയ് നായകനാക്കി പടം റിലീസ് ചെയ്തു. അതൊരു ഡിസംബർ മാസത്തിലുള്ള ഒരു പടമായിരുന്നു. ക്രിസ്മസിൻ്റെ സമയത്തായിരുന്നു റിലീസ് ചെയ്തത്. ആ പടം വൻ പരാജയമായി ഇരുന്നു. അപ്പോൾ ആ ഒരു ക്രിസ്മസ് എന്ന് പറഞ്ഞ വിജയ്ക്ക് എപ്പോഴും വിഷമമായിരുന്നു. ഭയങ്കര നല്ല രീതിയിൽ വിഷമവും കാര്യങ്ങളൊക്കെ ആയിരുന്നുള്ള ഒരു ക്രിസ്മസ് ആയിരുന്നു എന്ന് പല വേദികളിലും വിജയ് സാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. തുടർന്ന് നാളെ തീർപ്പ് വൻ പരാജയമായി. പിന്നെ രണ്ടാമത്തെ പടം രസികൻ. അതും വിജയ് സാർ ഒരു ഓഡിയോ ലോഞ്ചിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആദ്യത്തെ പടം പരാജയമായി, രണ്ടാമത്തെ പടം രസികൻ. അന്ന് ആ രസികനും എന്നെ കൈവിടലേ, അന്ത പടവും എന്നെ കൈവിടലേന്ന് ചൊല്ലി. ആ പടം അത്ര വലിയ ഫേമസ് ആയിട്ടൊന്നും ഇതായിട്ടില്ലെങ്കിലും പടം അത്യാവശ്യം മോശമല്ലായ രീതിയിൽ ഓടി. പിന്നെയുള്ള കുറച്ച് പടങ്ങളും കാര്യങ്ങളൊക്കെ വന്നു. അതൊക്കെ ഒരു നോർമൽ നിലയിൽ വൻ പരാജയങ്ങളും കാര്യങ്ങളൊക്കെ ആയിരുന്നു പോയായിരുന്നു. തുടക്കത്തിൽ വൻ പരാജയങ്ങളും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ പൂവേ ഉണക്കാകെ എന്ന പടത്തിലാണ് വിജയ് സാറിൻ്റെ ഫസ്റ്റ് ഹിറ്റ് വരുന്നത്. അതൊരു ലവ് ഫെയിലിയർ മൂവി ആയിട്ടായിരുന്നു വന്നത്. പിന്നെ കാതലിക്ക മര്യാദ നമ്മുടെ ഫാസിൽ സാറാണ് ഡയറക്റ്റ് ചെയ്തത്. അപ്പോൾ തുടക്കത്തിൽ ഒരു ലവ് ഫെയിലിയർ മൂവിയും പിന്നെ അത് കഴിഞ്ഞ് ലവ് സ്റ്റോറി മൂവിയും അങ്ങനത്തെ ഒരു റൊമാൻറ്റിക് ഹീറോ ആയിട്ടാണ് വിജയ് സാർ വന്നത്. പക്ഷേ കേരളത്തിൽ വിജയ് സാറിന് കൂടുതൽ ഫാൻസ് വന്നത് തുള്ളാതവനം തുള്ളും എന്ന പടത്തിലായിരുന്നു. 1999 ആ പടം റിലീസായത്. ആ പടം കേരളത്തിലും തമിഴ്നാട്ടിലും വൻ ഹിറ്റായിരുന്നു. ആക്ച്വലി ആ പടം ഫസ്റ്റ് വടിവേലു സാർ വെച്ചിട്ടായിരുന്നു റിലീസ് ചെയ്യാൻ പ്ലാൻ ഉണ്ടായിരുന്നത്. നായകനാക്കിയായിരുന്നു പ്ലാൻ ഉണ്ടായിരുന്നത്. ആ റോള് വിജയ് സാർ ഏറ്റെടുത്തു. വിജയ് സാർ ആ പടം ഭയങ്കര ഹിറ്റാക്കി. അപ്പോൾ ആ ഒരു ജോഡിയും ഭയങ്കര ഹിറ്റായിരുന്നു. വിജയ് സാറും സിമ്രാൻ മാഡം പടം, പിന്നെ പ്രിയമാനവളെ, അങ്ങനത്തെ കുറേ പടങ്ങളും കാര്യങ്ങളൊക്കെ വന്നു. എല്ലാം നല്ല രീതിയിൽ ഓടി. പിന്നെ പ്രിയമാനവളെ വന്നു, ഖുഷി വന്നു. ഖുഷി എപ്പോഴും ഭയങ്കര എന്താ പറയുക, കോളേജ് ടൈമിലും അത് തമിഴ്നാട്ടിലാണെങ്കിലും കേരളത്തിലാണെങ്കിലും പടം ഭയങ്കര ഹിറ്റായിട്ട് രീതിയിൽ പോയി. അപ്പോൾ കേരളത്തിൽ ആ സമയത്ത് VCR അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ആയിരുന്നു. DVD CD ഒന്നും ഇറങ്ങിയില്ല. അപ്പോൾ VCR പ്ലെയർ ഇറങ്ങിയ സമയത്ത് കൂടുതൽ ആൾക്കാരും അതുവഴി കണ്ടു. പിന്നെ കുറച്ച് പ്രായമുള്ള ആൾക്കാരെല്ലാം തിയേറ്ററിൽ പോയിട്ട് കണ്ടുവരുന്നു. നമ്മളെ പോലത്തെ ആൾക്കാരും ആ സമയത്ത് തിയേറ്ററിൽ പോകേണ്ട അവസരം കിട്ടിയില്ല. അപ്പോൾ നമ്മൾ ആ VCRലായിരുന്നു പടം കണ്ടത്, തുള്ളാതവനം തുള്ളും. അപ്പോൾ അതിൽ കുട്ടി എന്ന് പറഞ്ഞ ക്യാരക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു ക്യാരക്ടറാണ്. കുട്ടി ക്യാരക്ടർ എന്ന് പറയുമ്പം സിമ്രാൻ മാഡത്തിനെ പഠിപ്പിച്ച് നല്ല രീതിയിലാക്കി. അത് കഴിഞ്ഞ് സിമ്രാൻ മാഡത്തിന് കാഴ്ച നഷ്ടപ്പെട്ടു. അപ്പോൾ ആ ഒരു ഭയങ്കര ഒരു ക്ലൈമാക്സ് എല്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വല്ലാത്ത സെൻറ്റിമെൻ്റൽ ക്ലൈമാക്സും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അത് കഴിഞ്ഞാണ് പിന്നെ ഖുഷി ഇറങ്ങിയത്. ഖുഷിയും ഭയങ്കര ഹിറ്റായിട്ട് പോയി. പിന്നെ ഇറങ്ങിയ പടങ്ങളെല്ലാം തമിഴൻ, ഭഗവതി, ഷാജഹാനും അതേപോലെ ഭയങ്കര ഒരു ലവ് ഫെയിലിയർ ആയിട്ടുള്ള ഒരു മൂവിയായിരുന്നു. അതും ഭയങ്കര ഹിറ്റായിട്ട് വന്നു. അപ്പം നമ്മളൊക്കെ ആ സമയത്ത് VCR പ്ലെയറിലാണ് ഷാജഹാനും തുള്ളാതവനും തുള്ളും എല്ലാം കണ്ട് നമ്മൾ ഭയങ്കര ഫാനായിട്ട്, ഷാജഹാൻ കഴിഞ്ഞാൽ പിന്നെ കട്ട ഫാനായിട്ട് നമ്മൾ മാറി. അപ്പോൾ അതും കഴിഞ്ഞു. പിന്നെ ഫസ്റ്റ് വിജയ് സാറിൻ്റെ ഒരു രാഷ്ട്രീയമായിട്ട് ബന്ധപ്പെട്ട പടം വന്നതെന്ന് പറഞ്ഞാൽ തമിഴൻ എന്ന് പറഞ്ഞ പടമായിരുന്നു. തമിഴൻ എന്ന പടത്തിൽ മുളനീളം രാഷ്ട്രീയപരമായിട്ടുള്ള കാര്യങ്ങളായിരുന്നു കൂടുതലായിട്ട് സംസാരിച്ചത്. അപ്പം ഫസ്റ്റ് പടം എന്ന് പറയുമ്പോൾ തമിഴിനായിരുന്നു ഒരു രാഷ്ട്രീയപരമായിട്ടുള്ള പടം വന്നത്. അതേപോലെ തന്നെ ഭഗവതിയിലും കുറച്ച് കാര്യങ്ങളൊക്കെ വന്നായിരുന്നു. അപ്പോൾ ആ സമയത്തായിരുന്നു കുറച്ച് ആക്ഷൻ പടം വന്നത്. ആ റൊമാൻറ്റിക് ഹീറോയിൽ നിന്ന് മാറി ആക്ഷൻ ഹീറോ ആയിട്ട് വിജയ് സാർ വന്നത്. ആ സമയത്ത് തന്നെ അതിനു മുമ്പിൽ തന്നെ നമ്മുടെ എല്ലാം പ്രിയങ്കരനായ വിജയകാന്ത് സാർ, അജിത് സാർ, സൂര്യ സാർ, ഇവരെ എല്ലാവരുടെ കൂടെയും വിജയ് സാർ അഭിനയിച്ചു. വിജയകാന്ത് സാറിൻ്റെ കൂടെ ഒരു പടത്തിൽ അഭിനയിച്ചു. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിന്ദൂരപ്പാണ്ടി തമ്പി. അതിൽ വിജയിൻ്റെ പേരും വിജയ് തന്നെയായിരുന്നു. അപ്പോൾ അതിൽ വിജയകാന്ത് സാറിനോട് വിജയ് പറയുന്നുണ്ട്, ഞാൻ സിന്ദൂരപ്പാണ്ടി തമ്പിയോട് അണ്ണൻ, എനിക്ക് തോൽവി എന്നത് തെരിയാറ്. അത് ഇന്ന് നമുക്ക് മനസ്സിലായി. വിജയകാന്ത് സാറും അതേപോലെ ഇപ്പം രാഷ്ട്രീയത്തിൽ നല്ല രീതിയിൽ ആഫ്റ്റർ
ജയലളിത മാം ആൻഡ് പിന്നെ MGR. ഇവർക്ക് ശേഷം വിജയകാന്താണ് കുറച്ചും കൂടി നമുക്ക് നല്ല രീതിയിൽ നമുക്ക് തമിഴ് പൊളിറ്റിക്സിൽ കുറച്ചും കൂടി നല്ല രീതിയിൽ വന്നത്. അദ്ദേഹം അണ്ണനോടെ തമ്പിയായിട്ട് വിജയ് സാറ് ഇന്ന് ജയിച്ചു. അപ്പം വിജയകാന്ത് സാറിൻ്റെ പടത്തിലും വിജയ് സാറ് ഫസ്റ്റ് പടത്തിൽ വന്നു. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് അജിത് സാറിൻ്റെ പടം. അജിത് സാറുമായിട്ട് രാജാവിൻ പാർവയിൽ ഇവർ രണ്ടാളും ഫ്രണ്ട്സ് എന്നുള്ള രീതിയിലായിരുന്നു. നല്ല നല്ല കോമ്പിനേഷനും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പക്ഷേ രണ്ടാളും ഒരു തമിഴ്നാട് ഒരു മോഹൻലാൽ മമ്മൂട്ടി എന്ന് പറയുന്ന പോലെ ആ ലെവലിലേക്ക് എത്തിയായിരുന്നു തലപതി. അപ്പം തുടക്കത്തിൽ ഇവർ രണ്ടാളെ പടം ഉണ്ടായിരുന്നു. പിന്നെ സൂര്യ സാറിൻ്റെ ഫസ്റ്റ് പടം തന്നെ വിജയ് സാറിൻ്റെ കൂടിയായിരുന്നു, നേർക്ക് നേർ തന്നെ പടം. അതും കുറച്ച് അത്ര വലിയ രീതിയിൽ വിജയിച്ചിട്ടില്ലെങ്കിലും ഇപ്പോൾ നമ്മൾ ആ ഒരു ഫ്രണ്ട്സ് അല്ലെങ്കിൽ നേർക്ക് നേർ ആ സ്റ്റാറ്റസ് എല്ലാമാണ്. ഇപ്പോൾ വിജയ് സാറിൻ്റെ ഒരു ബർത്ത്ഡേ ആണെങ്കിലും സൂര്യ സാറിൻ്റെ ബർത്ത്ഡേ ആണെങ്കിലും നമ്മൾ കൂടുതൽ ഷെയർ ചെയ്യാറ്. പിന്നെ അത് കഴിഞ്ഞ് ഇതുപോലെ റൊമാൻറ്റിക് മൂവീസ് എല്ലാം മാറി ആക്ഷൻ മൂവിയിലേക്ക് വരുന്നത്. ആക്ഷൻ മൂവി എന്ന് പറയുമ്പോൾ ഫസ്റ്റ് പക്ക കമേഴ്ഷ്യൽ ആക്ഷൻ മൂവി എന്ന് പറഞ്ഞാൽ തിരുമല എന്ന് പറഞ്ഞ മൂവിയായിരുന്നു. അപ്പോൾ ആ ഒരു പടം ഭയങ്കര ഹിറ്റായിരുന്നു. തമിഴ്നാട്ടിൽ ഭയങ്കര നല്ല രീതിയിൽ ഹിറ്റായിരുന്നു. കേരളത്തിൽ ഒരു നോർമൽ രീതിയിൽ മാത്രമായിരുന്നു. പക്ഷെ പാട്ട് പണ്ട് മുതലേ വിജയ് സാറിൻ്റെ പാട്ട് എന്ന് പറയുമ്പം അതിപ്പം ഉത്സവ പറമ്പിലാണെങ്കിലും കോളേജിൽ ഫംഗ്ഷനിലാണെങ്കിലും വിജയ് സാറിൻ്റെ ലാലേട്ടൻ്റെ പാട്ടാണ് എപ്പോഴും ഉണ്ടാവുക. അതാണ് നമുക്ക് എപ്പോഴും പണ്ട് മുതലേ ഒരു ഓളം തരുന്നത്. ഫൈറ്റ് ആണെങ്കിലും അതെ, അവരൊരു ഹോളം ഉണ്ടാവും എപ്പോഴും. അപ്പോൾ അതും കഴിഞ്ഞ് തിരുമല തമിഴ്നാട്ടിൽ വൻ ഹിറ്റായി. അപ്പം ആ സമയത്ത് തന്നെയാണ് പിന്നെ ഇറങ്ങിയതാണ് ഗില്ലി എന്ന് പറഞ്ഞാൽ പിന്നെ ഒരു ഓളം തന്നെയായിരുന്നു. പക്ക മാസ് പടം എന്ന് പറഞ്ഞാൽ അത്രയും ഒരു ലെവലിലുള്ള ഒരു പടം. അതായത് സ്റ്റാർട്ടിങ് മുതൽ എൻഡിങ് വരെ നമുക്ക് ഒരു ലാഗും ഒന്നും തോന്നിക്കാത്ത ഒരു പടം. അതിൽ പിന്നെ പ്രകാശ് രാജിൻ്റെ വില്ലൻ ക്യാരക്ടറും നമുക്ക് പറയാണ്ടിരിക്കാൻ പറ്റില്ല. പക്ക വില്ലൻ ക്യാരക്ടറും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് അത് കേരളത്തിലും ഭയങ്കര ഹിറ്റായി, തമിഴ്നാട്ടിലും ഹിറ്റായി. അപ്പം തുള്ളാതമനം തുള്ളും ആ സമയത്ത് തുള്ളാതമനം തുള്ളും കേരളത്തിലൊരു വൻ ഫാൻ ബേസ് ഉണ്ടാക്കി. അതിനുശേഷം ഒരു പക്ക ഫാൻ ബേസ് ഉണ്ടാക്കുന്നത് ഖുഷി ഷാജഹാൻ. അതിനുശേഷം ഗില്ലി ഇപ്പോൾ റീ റിലീസ് ചെയ്തിട്ട് തന്നെ 32-40 കോടിൻ്റെ അടുപ്പിച്ച് ഗില്ലി നേടാൻ പറ്റി. അപ്പോൾ ഒരു പടം റിലീസ് ചെയ്തിട്ട് അത്ര നേടാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ആ പടം അന്ന് ഉണ്ടാക്കിയ ഓളം, അതും ഫസ്റ്റ് 50 കോടി എന്നാണ് ആ പടത്തിന് ഇപ്പോൾ നമ്മൾ പറയുന്നത്. പടയപ്പയുടെ റെക്കോർഡ് തകർത്ത് ഗില്ലിയായിരുന്നു ഏറ്റവും കളക്റ്റഡ് നേടിയ ഇൻഡസ്ട്രിയൽ ഹിറ്റായ മൂവി. അതിനുശേഷം പിന്നെ കുറേ പടങ്ങൾ വന്നു. കുറച്ച് പരാജയങ്ങളും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഒരു നോർമൽ രീതിയിലുള്ള. പിന്നെ 2007 സമയത്ത് പോക്കിരി എന്ന് പറഞ്ഞ പടം കേരളത്തിൽ തകർത്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങേ അറ്റെത്തി. വിജയ് സാറ് പിന്നെ തിരിഞ്ഞു നോക്കേണ്ട ഒരു ആവശ്യം വന്നിട്ടില്ല. കേരളത്തിൽ 200 ദിവസം ഓടി, തമിഴ്നാട്ടിലും അതേപോലെ അതിൽ കൂടുതൽ ദിവസം ഓടി. അപ്പം പോക്കിരി അതൊരു വൈറൽ. ഇപ്പോൾ സോഷ്യൽ മീഡിയയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആ സമയത്ത് ഫേസ്ബുക്കും ഉണ്ടായില്ല, ഇൻസ്റ്റാഗ്രാം ഒന്നും ഉണ്ടായില്ല. എന്നിട്ട് തന്നെ ഏതൊരു ഗാനമേളക്ക് പോയാലും അല്ലെങ്കിൽ ഏതൊരു പ്രൊമോഷൻ ആ സമയത്ത് പോകുന്നു പോക്കിരിയിലെ പാട്ടായിരുന്നു ആ സമയത്ത് ഉണ്ടായിരുന്നത്. അപ്പോൾ എനിക്ക് എൻ്റെ ഓർമ്മയിൽ വെച്ച് നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നു എൻ്റെ SLC ആ കാലഘട്ടത്തിലായിരുന്നു പടം റിലീസായത്. അപ്പോൾ അന്ന് തിയേറ്ററിൽ പോയിട്ട് ആ പടം കാണാൻ പറ്റി. അത് കഴിഞ്ഞ് പിന്നെ ഒരു പടവും തിയേറ്റർ മിസ്സാക്കിയിട്ടില്ല. എല്ലാ പടങ്ങളും തിയേറ്ററിൽ പോയിട്ട് കാണാമായിരുന്നു. പോക്കിരിക്ക് ശേഷം ഇറങ്ങിയ പടങ്ങളും അതേപോലെ ഒരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു. അതായത് കുറേ പരാജയങ്ങൾ, അഴകിയ തമിഴ് മകൻ, കുരുവി, വില്ല്, പോക്കിരി പോലെ അതേപോലെ തന്നെ എടുക്കാൻ നോക്കിയ പല പടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം വൻ പരാജയമായിട്ടും പോയി. പക്ഷേ ഈ പരാജയമാണെങ്കിൽ പോലും എല്ലാ പാട്ടും വിജയ് സാറിൻ്റെ ഏതൊരു സിനിമയിലും ഒരു പാട്ട് അത് ഭയങ്കര ഹിറ്റായിരുന്നു. അതിപ്പം വേറൊരു നടനും നേടിയെടുക്കാൻ പറ്റാത്ത രീതിയിൽ ഇപ്പം നമ്മൾ ഓരോ പാട്ടും കാര്യങ്ങളൊക്കെ ഭയങ്കര ഫേമസും ആയിരുന്നു. ഇപ്പോൾ ചെറിയ കുട്ടികൾ പോലും വിജയ് സാറിൻ്റെ പാട്ടുണ്ടെങ്കിൽ അവർക്കൊരു പ്രത്യേക ഒരു ഓളം ഉണ്ടാവും, പ്രത്യേക ഒരു വൈബ് ഉണ്ടാവും. അത് ഇപ്പോൾ ചെറിയ കുട്ടികളും, അത് 6 വയസ്സിന് താഴെയുള്ള കുട്ടികൾ മുതൽ 60 വയസ്സിന് മുകളിലുള്ളവർക്ക് വരെ വിജയ് സാറിൻ്റെ പാട്ട് കേൾക്കുമ്പോൾ എന്ന് പറയുമ്പോൾ ഉണ്ടാവും. എന്തുകൊണ്ടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുഖത്ത് വരുന്ന കുറേ എക്സ്പ്രഷൻ ഉണ്ട്. അത് സാറിന് മാത്രമേ ഉള്ളൂ, വേറെ ഞാൻ കണ്ടിട്ടില്ല, എനിക്കറിയില്ല, ഉണ്ടാവുമായിരിക്കും, ബാക്കിയുള്ള നടന്മാർക്കെല്ലാം ഉണ്ടാവും. പക്ഷേ വിജയ് സാറിന് സ്പെഷ്യൽ ഒരു എക്സ്പ്രഷൻ വരും. ഡാൻസിൻ്റെ കാര്യം പിന്നെ പറയണ്ട. പിന്നെ ആക്ഷൻ്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും ഒരു കംപ്ലീറ്റ് ക്ലീൻ ആൻഡ് നീറ്റ്, അത്രയും പെർഫെക്റ്റ് ആയിട്ട് ആക്ഷൻ ചെയ്യുന്ന നടൻ ഇന്ത്യൻ സിനിമയിൽ ഞാൻ കണ്ടതിൽ വെച്ചിട്ട് വിജയ് സാറാണ്. അതുപോലെ ഡാൻസ് ഇപ്പോൾ പ്രഭുദേവ സാറുണ്ട്, ലോറൻസ് ഉണ്ട്. ഇവരെല്ലാം കൂടെ ഡാൻസ് കളിക്കണമെങ്കിൽ അത് വിജയ് സാർക്ക് മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. അപ്പോൾ ആ ഒരു ലെവലിൽ പടം ഒരു ഇതായി. പിന്നെ കുറേ പരാജയങ്ങൾ വന്നു. പിന്നെ വേട്ടക്കാരൻ എന്ന് പറഞ്ഞ പടം
കേരളത്തിൽ നല്ലൊരു ഓളം ഉണ്ടാക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സമയത്ത് സൂര്യ സാറിൻ്റെ പടങ്ങളൊക്കെ ഭയങ്കര ഹിറ്റായി പോയിരുന്നു. തുടക്കത്തിൽ കേരളത്തിൽ വിജയ് സാറിൻ്റെ പടങ്ങൾ ഹിറ്റായി, പിന്നെ അതിനുശേഷം സൂര്യ സാറിൻ്റെ പടം ഹിറ്റായി. അപ്പോൾ അവർ തമ്മിലുള്ള ഒരു മത്സരമായിരുന്നു. തമിഴ്നാട്ടിലേക്ക് നേരെ തിരിച്ചായിരുന്നു തലപതി. അപ്പോൾ വിജയ് സാറിൻ്റെ ഒരു പടം അവിടെ ഹിറ്റാകുന്നുണ്ടെങ്കിൽ പിന്നെ അജിത് സാറിൻ്റെ പടം ഹിറ്റാകുന്നു. അങ്ങനെ മാറി വരുന്നു. കേരളത്തിലാണെങ്കിൽ വിജയ് സാർ, സൂര്യ സാർ എന്നുള്ള ഒരു കോളേജിലെല്ലാം പഠിക്കുന്ന സമയത്ത് ഇപ്പുറത്ത് വിജയ് സാറിന് ആർപ്പ് വിളിക്കുന്ന ആൾക്കാരുണ്ട്, അപ്പുറത്ത് സൂര്യ സാറിന് കൂടുതൽ ഗേൾസ് ഫാൻസാണ്. വാരണ, ഇരമയൺ എന്ന് പറഞ്ഞ കുറേ പടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നല്ല പടങ്ങളൊക്കെ ആയിരുന്നു. അപ്പം അത് കഴിഞ്ഞ് പിന്നെ ഒരു വൻ പരാജയം മാത്രമായിരുന്നു. എല്ലാ പടവും പൊട്ടുന്നു. അതായത് 50ാമത്തെ പടം ഞാൻ തിയേറ്ററിൽ നിന്ന് കാണുന്നത് എനിക്ക് ഇപ്പോൾ ഓർമ്മയുണ്ട്. ഞാൻ കണ്ണൂർ കവിത തിയേറ്ററിൽ നിന്ന് ഞാൻ എൻ്റെ ഫ്രണ്ട്സുമായിട്ട് പോയി. ആ പടം കണ്ട് ഇറങ്ങി കഴിഞ്ഞിട്ടും ഞാൻ ആസ് എ വിജയ് ഫാൻ ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആഗ്രഹിക്കുന്ന അതാണ്, പക്ക ഡാൻസ്, പക്ക മാസ്, പക്ക ആക്ഷൻ. ഇതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പക്ഷേ ഞാൻ പുറത്തിറങ്ങി കഴിഞ്ഞേരം ഫ്രണ്ട്സ് എല്ലാം പറയുന്നു എന്ത് പടമാണ് അങ്ങനെ അതെല്ലാം പറയാൻ നെഗറ്റീവുകളാണ്. പക്ഷേ ആ സമയത്ത് പോലും എനിക്കിഷ്ടമായി. ഞാൻ അതാണ് ആഗ്രഹിക്കുന്നത്. നമുക്ക് അഭിനയവും കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ ലാലേട്ടനുണ്ട്, കമലഹാസൻ സാറുണ്ട്, എല്ലാവരും ഉണ്ട്. അപ്പം അവരെ പടം അങ്ങനെ നമുക്ക് ഈ പടം നമ്മൾ ആഗ്രഹിക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ ലെവലിലുള്ള പടമാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ് സുരവൻ പരാജയമായിട്ട് മാറി. പിന്നെ വിചാരിച്ചു വിജയ് എന്ന് പറഞ്ഞ ഒരു നടൻ പോയി. കാരണം എന്ന് പറഞ്ഞാൽ വിജയ് സാറിനെ പോലെ തന്നെ കുറേ നടന്മാർ ഫീൽഡ് ഔട്ട് ആവാൻ വേണ്ടിയിട്ട് ഒരു സ്റ്റേജിലേക്ക് ഇങ്ങനെ വരുന്ന ഒരു ടൈമായിരുന്നു. വിജയ് സാറിൻ്റെ സൂര്യ ഇറങ്ങിയ സമയത്തും എല്ലാവരും വിചാരിച്ചു വിജയ് സാർ ഫീൽഡ് ഔട്ട് ആവും എന്നുള്ള രീതിയിൽ എല്ലാവരും വിചാരിച്ചു. പക്ഷേ ആ സമയത്ത് പോലും നമ്മൾ ഫാൻസ് കട്ടക്ക് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ കോളേജിൽ നിന്ന് ഫാൻ ഫൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഫാൻ ഫൈറ്റ് ഉണ്ടാകുമ്പോൾ നമ്മൾ പറയും സുറ അങ്ങനെയാണെങ്കിൽ നമുക്കത് മതി, നമുക്ക് ഇഷ്ടപ്പെടുന്നുണ്ട്, നമ്മൾ ആ ലെവലിലുള്ള പടമാണ് ആഗ്രഹിക്കുന്നതെന്ന് പറഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു എത്രയോ വർഷം മുമ്പ് ആ സമയത്ത് ഫൈറ്റ് കാര്യങ്ങളെല്ലാം ഇപ്പോൾ ഓർമ്മിക്കുന്നു. അപ്പോൾ അന്ന് അവർ വിചാരിച്ച് കാണില്ല ഇന്ന് CM ആവും അല്ലെങ്കിൽ ഇങ്ങനെ ആവുന്ന അവരും വിചാരിച്ചാണല്ലോ, നമ്മളും വിചാരിച്ചില്ല. പക്ഷെ നമുക്കൊരു പ്രതീക്ഷയുണ്ട്. വിജയ് സാർ എന്ത് ഇതായി കഴിഞ്ഞാൽ വിജയ് സാറിൻ്റെ പടം എപ്പോഴും ഹിറ്റാവും. ഒരു ഗ്യാപ്പ് വന്നു കഴിഞ്ഞാൽ പറഞ്ഞല്ലോ, ഗില്ലി ആണെങ്കിലും പോക്കിരി ആണെങ്കിലും കഴിഞ്ഞ് ഹിറ്റാവും എന്നുള്ള നമുക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഇങ്ങനെ കുറച്ച് പടം ഇങ്ങനെ പരാജയമായി. പിന്നെ ഒരു കംബാക്ക് കൊടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേലായുധം എന്ന് പറഞ്ഞ പടമാണ്. വേലായുധം പടം ആക്ച്വലി 3 പടമായിട്ടാണ് റിലീസ് ചെയ്തത്. ഒന്ന് വേലായുധം ഇറങ്ങി, ഏഴാമറിയം ഇറങ്ങി, പിന്നെ രാവണൻ എന്ന് പറഞ്ഞ ഷാറൂഖ് ഖാൻ്റെ. അപ്പോൾ 3 ബിഗ് സ്റ്റാർസിൻ്റെ കൂടെയായിരുന്നു. ഒരു വലിയൊരു ക്ലാഷ് ആയിട്ടായിരുന്നു ആ പടം ഇറങ്ങിയത്. ഞാൻ കൊല്ലത്തു നിന്നാണ് ആ പടം കണ്ടത് എൻ്റെ ഫ്രണ്ട്സുമായിട്ട്. അപ്പോൾ ആ പടം ഇറങ്ങുന്ന സമയത്ത് എല്ലാവരും മുരുകദാസ് സാറിൻ്റെ പടം സൂര്യ ഒന്നും നോക്കാനില്ല, അത് ഭയങ്കര ഹിറ്റാവും. ഇപ്പുറത്ത് വേലായുധം എന്ന് പറഞ്ഞാൽ പക്ക കൊമേഴ്ഷ്യൽ പടം, അടി പിടി ഡാൻസ് കാര്യങ്ങളൊക്കെ. അപ്പം ആ സമയത്ത് കൊല്ലത്തുനിന്ന് തിയേറ്ററിൽ നിന്ന് വേലായുധം കണ്ടിറങ്ങി. എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, അപ്പം ഞാനും അവനും കൂടി ആ പടം കണ്ടിറങ്ങി. അതിൽ ക്ലൈമാക്സ് ഒരു സീൻ ഉണ്ടായിരുന്നു. അതായത് ലാസ്റ്റ് ആൾക്കാരെല്ലാം കൂടിയിട്ട് വിജയ് സാറിൻ്റെ മുഖം ഇങ്ങനെ ഒരു ഫ്രെയിമായിട്ട് ഇങ്ങനെ ലാസ്റ്റ് അതാണ്. അപ്പോൾ അത് വന്നിരുന്നിട്ട് നമ്മളെ ഒരു രോമാഞ്ചം ഇങ്ങനെ ഒരു ഭയങ്കര ഒരു കട്ട വിജയ് ഫാനാണല്ലോ നമുക്കൊരു ഭയങ്കര ആവേശം വന്ന് പുറത്ത് തിയേറ്ററിൽ നിന്ന് ഇറങ്ങി. അവിടെ ഫുൾ ഓട്ടോക്കാറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. തിയേറ്ററിൽ നിന്ന് ഇറങ്ങി ഫുള്ള് ഭയങ്കര പ്രശ്നങ്ങളും കാര്യങ്ങളെല്ലാം ആയിട്ട് ആൾക്കാരെല്ലാം ടിക്കറ്റ് ഇല്ല. അപ്പുറത്ത് സൂര്യ സാറിൻ്റെ പടമുണ്ട്, അപ്പുറത്ത് ഷാറൂഖ് ഖാൻ്റെ പടമുണ്ട്. അത് ഇറങ്ങി ആ തിയേറ്ററിൽ നിന്ന് ഞാൻ ആവേശം കൊണ്ട് ദളപതി വിജയിക്കുന്നു, ഇളയ ദളപതി വിജയ്, ആ സമയത്ത് ദളപതി ആയില്ല, ഇളയ ദളപതി വിജയിക്കുന്നുള്ള രീതിയിൽ പറഞ്ഞായിരുന്നു. അപ്പോൾ അതൊക്കെ മറക്കാൻ പറ്റാത്തൊരു അനുഭവമായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് വേലായുധം ഇറങ്ങി, പിന്നെ അത് കഴിഞ്ഞ് നൻപൻ ഇറങ്ങി. നൻപൻ്റെ സമയത്ത് എല്ലാവരും വിചാരിച്ചു 3DXൻ്റെ റീമേക്ക്. അമീർ ഖാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യ കണ്ട ഏറ്റവും മികച്ച നടൻ. അപ്പോൾ ഒരു റീമേക്ക് പടം എങ്ങനെ വിജയ് എടുക്കും, എങ്ങനെ ഇതാക്കാൻ പറ്റും? ശങ്കർ സാർ ആദ്യം വിചാരിച്ചത് സൂര്യ സാറെ വെച്ചിട്ട് പടം എടുക്കാൻ വേണ്ടിയിട്ടാണ് ആദ്യം തീരുമാനിച്ചത്. പക്ഷേ ശങ്കർ സാർ പിന്നെ മാറ്റി, വീണ്ടും വിജയ് സാറിലേക്ക് തന്നെ വന്നു. പക്ഷേ വിജയ് സാർ പക്ക, നമ്മളിപ്പോൾ ആ ഫസ്റ്റ് 3DX കണ്ടത് കൊണ്ട് പിന്നെ നമുക്കൊരു ചെറിയൊരു ഇതുണ്ട്. പക്ഷേ ആസ് എ വിജയ് ഫാൻ നല്ല രീതിയിൽ വിജയ് സാർ ആ പടം അഭിനയിച്ചു. സൂപ്പർ, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതിലൊരു ഫൈറ്റ് ഇല്ല, അറിയാലോ 3DXൽ ഫൈറ്റും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ നോർമൽ ഇതായിട്ട് ശങ്കർ സാറ് എടുത്തു, ആ പടം എടുത്തു. എനിക്ക് ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ളൊരു പടമായിരുന്നു. അതും കഴിഞ്ഞു. നമ്മളിങ്ങനെ ആലോചിക്കുമായിരുന്നു, നൻപൻ കഴിഞ്ഞു, ഇനി എപ്പോഴാണ് വിജയ് സാറിൻ്റെ ഒരു ഓളമുള്ള പടം? അപ്പം എന്നേരും ആൾക്കാരെല്ലാം വിചാരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിജയ് സാർ സുറ കഴിഞ്ഞു, പിന്നെ ഇത് വേട്ടക്കാരൻ കഴിഞ്ഞു, വേലായുധം കഴിഞ്ഞു, നൻപൻ കഴിഞ്ഞു, ഒരു ലെവലിലേക്ക്, അതായത് പോക്കിരി പോലെയോ ഗില്ലി പോലെയോ ഒരു പടം വരുന്നില്ല.
അപ്പോൾ എന്ത് വിജയ് സാറ് അങ്ങനെ എന്നുള്ള രീതിയിൽ ഫാൻസ് സാർ എപ്പോഴും പറയായിരുന്നു. അപ്പോൾ നമ്മൾ ഒരു പടം വരും, നമുക്ക് വെയിറ്റ് ചെയ്യാം, നമുക്ക് കാണിച്ചു തരാം എന്ന് പറഞ്ഞ പടമായിരുന്നു തുപ്പാക്കി. അത് കേരളത്തിൽ ടിക്കറ്റ് കിട്ടാനില്ല. അതിപ്പോൾ ഏത് 14 ജില്ലയിൽ എവിടെ പോയി കഴിഞ്ഞാൽ തുപ്പാക്കി ഭയങ്കര ഹിറ്റായിരുന്നു. തമിഴ്നാട്ടിൽ പിന്നെ പറയണ്ട, ഭയങ്കര ഹിറ്റായിരുന്നു. മുരുകദാസ് വിജയ് സാറിൻ്റെ കോമ്പിനേഷനിൽ വന്ന ഏറ്റവും സൂപ്പർ ഭയങ്കര മാസ്സായിട്ടുള്ളൊരു മൂവിയായിരുന്നു മാസ് ക്ലാസ്. അതായത് നല്ല ക്ലാസ് ആയിരുന്നു. കുറേ ഷോട്ടുകളും കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വേറൊരു തമിഴ് പടത്തിൽ ഇപ്പോൾ ശങ്കർ സാറിൻ്റെ പടത്തിലെല്ലാം ഉണ്ടായിട്ടുണ്ടാവും. പക്ഷെ എന്നാലും ഒരു ആസ് എ വിജയ് സാറിൻ്റെ പടത്തിൽ ഏറ്റവും സ്റ്റൈലിഷ് ആയിട്ട് എടുത്ത ഒരു പടമായിരുന്നു. അതായത് വില്ലൻ വിദ്യുജമാർ പറയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ ക്ലൈമാക്സ് ഫൈറ്റും കാര്യങ്ങളും ഒക്കെ ഇൻ്റർവെൽ സീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൂക്കി അടിച്ചു. അങ്ങനത്തെ ഒരു ഇൻ്റർവെൽ സീനും കാര്യങ്ങളൊക്കെ ആയിരുന്നു തുപ്പാക്കി. അപ്പോൾ അതും ഞാൻ കൊല്ലത്തു നിന്നാണ് കണ്ടത്. കൊല്ലത്ത് ഫസ്റ്റ് ഡേ എനിക്ക് ടിക്കറ്റ് കിട്ടിയില്ല. അപ്പോൾ ടിക്കറ്റ് ക്യൂവിൽ ഇങ്ങനെ നിൽക്കുമായിരുന്നു. ക്യൂവിൽ നിന്ന് അവിടെ എത്താനാവുമ്പം അവർ പറഞ്ഞു ഹൗസ്ഫുള്ളായി പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു പിന്നെ ഇനി ഷോ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഫാൻസാർ ഷോ എനിക്ക് കിട്ടിയില്ല. അപ്പോൾ ഞാൻ അവിടുത്തെ ഡാൻസും കാര്യങ്ങളും, നമ്മൾ ആ ഒരു പ്രായമല്ലോ, ഡാൻസും കാര്യങ്ങളെല്ലാം ആയിട്ട് ഭയങ്കര ആവേശത്തിലായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് ആ പടവ് കഴിഞ്ഞ് നമ്മളിങ്ങനെ എന്താ പറയുക, അന്ന് വൈകുന്നേരം കാത്തു നിന്നു. ടിക്കറ്റ് കിട്ടുന്നില്ല, തുപ്പാക്കി കിട്ടുന്നില്ല. നമ്മളിപ്പോൾ കണ്ണൂരിലാണെങ്കിൽ നമുക്ക് ഫാൻസാറോ എന്തെങ്കിലും വെച്ച് നമുക്ക് ഇതാക്കായിരുന്നു. പക്ഷേ അവിടുന്ന് കൊല്ലത്ത് എന്ന് പറഞ്ഞാൽ കൊല്ലം, ട്രിവാൻഡ്രം, പാലക്കാട് എന്ന് പറഞ്ഞ ബോർഡർ വിജയ് ഫാൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങേയറ്റം വിജയ് ഭയങ്കര തലയിൽ വെക്കുന്ന ആൾക്കാരാണ് നമ്മളെപ്പോലെ തന്നെ. അപ്പം തുപ്പാക്കി അങ്ങനെ ഒരു ഇതായി. അപ്പം അതിൻ്റെ അകത്ത് നിന്ന് എനിക്ക് ഇപ്പോൾ ഓർമ്മയുണ്ട്, ക്യൂവിൽ നിൽക്കുന്ന സമയത്ത് പാലഭിഷേകം, ഇവർ ഫസ്റ്റ് ഷോ കഴിഞ്ഞിട്ട് പാലഭിഷേകം ചെയ്യുമ്പോൾ ആ പാലിൻ്റെ അതും തെറിച്ച് എൻ്റെ വായിലേക്ക് വന്നായിരുന്നു. അപ്പോൾ അതെല്ലാം നമുക്ക് എന്താ പറയുക ഭയങ്കര ഒരു ഓർമ്മയായിട്ടുള്ള ഒരു സംഭവമായിരുന്നു. അതും കഴിഞ്ഞ് പിന്നെ തുപ്പാക്കി കഴിഞ്ഞു. പിന്നെ ഇതേപോലെ പ്രശ്നങ്ങൾ വരാൻ തുടങ്ങി. തുപ്പാക്കിക്കും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. പിന്നെ പ്രശ്നങ്ങൾ വരാൻ തുടങ്ങി. തലൈവ എന്നുള്ള ടൈറ്റിൽ കാരണം ആ സമയത്ത് ജയലളിത മാം അവരായിരുന്നു CM ആയിട്ടുണ്ടായത്. അപ്പോൾ ആ ടൈറ്റിൽ പറ്റത്തില്ല, ടൈം ടു ലീഡ് എന്ന് പറഞ്ഞ ടൈറ്റിൽ പറ്റത്തില്ല എന്ന് പറഞ്ഞു. അപ്പം ടൈറ്റിൽ മാറ്റണം, അങ്ങനെ പല പ്രശ്നങ്ങളുണ്ടായിരുന്നു. അപ്പോൾ തമിഴ്നാട്ടിൽ പടം റിലീസായിട്ടില്ല. ഫസ്റ്റ് കേരളത്തിലായിരുന്നു റിലീസായത്, ഓവറോൾ വേൾഡിൽ റിലീസായി, പക്ഷേ തമിഴ്നാട്ടിൽ റിലീസായില്ല. അപ്പോൾ എല്ലാവരും പാലക്കാട് വന്നിട്ട്, തമിഴ്നാട്ടിലുള്ളവർ പാലക്കാട് വന്നിട്ടായിരുന്നു കണ്ടത്. ഞാൻ എന്നിട്ട് ഫസ്റ്റ് ആ തലൈവ ഫസ്റ്റ് കണ്ടു കഴിഞ്ഞ് ക്യൂവിൽ നമ്മളെ ബ്രദേഴ്സും എല്ലാവരും കസിൻസ് എല്ലാം നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പം അടുത്ത ക്യൂവിൽ അടുത്ത ദിവസവും കയറി. അപ്പോൾ അമ്മ വീട്ടിൽ ചോദിച്ചു, നീ രാവിലെ പടത്തിന് പോയിട്ട് നീ എന്ന് 2 ഷോ കണ്ടിട്ട് വരുവാണോ, നിനക്ക് ഭ്രാന്താണോ എന്നുള്ള രീതിയിലെല്ലാം ചോദിച്ചായിരുന്നു. അപ്പോൾ അതും കഴിഞ്ഞ് തലൈവ ഭയങ്കര ആസ് എ പേഴ്സൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിജയ് സാറ് എല്ലാവരും ട്രോൾ ചെയ്യുന്നു. ആ സമയത്ത് സോഷ്യൽ മീഡിയയും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിലും ആ സമയത്തും ട്രോളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു വിജയ് സാറിന്. പക്ഷേ എന്നാലും നമ്മൾ കട്ടക്ക് വിജയ് സാറിൻ്റെ കൂടെ നിന്നു. അപ്പോൾ തലൈവ എന്ന് പറഞ്ഞ പടം ഒരു മറക്കാൻ പറ്റാത്ത, അത് വിജയ് സാറും പറയുന്നുണ്ട്, എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു പടമാണ് തലൈവ എന്നുള്ള പടം. അപ്പോൾ ആ പടം കഴിഞ്ഞ് ആ സമയത്തായിരുന്നു ഇന്ത്യൻ സിനിമയുടെ 100 വർഷത്തെ സെലിബ്രേഷൻ നടക്കാൻ പോകുന്നത്. ജയലളിത മാഡം അവർ നടത്താൻ പോകുന്ന ഒരു 100 വർഷത്തെ ഒരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു നെഹ്റു സ്റ്റേഡിയത്തിൽ. ഇപ്പോഴത്തെ ഫാൻസ് കാര്യങ്ങളൊക്കെയാണ് അത്. നമുക്ക് ആ സമയത്ത് നല്ല ഓർമ്മയുണ്ടായിരുന്നു. അപ്പോൾ വിജയ് സാർ അവിടെ വന്ന് ഇരിക്കാൻ നോക്കുന്ന സമയത്ത് അവിടെ സീറ്റില്ല. വിജയ് സാറിൻ്റെ എന്താ പറയുക കോമ്പറ്റേറ്ററാണ് അജിത് സാറ്, സൂര്യ സാറ്, ഇവർക്ക് എല്ലാവർക്കും സീറ്റുണ്ട്. പിന്നെ അതേപോലെ ജൂനിയേഴ്സാണ് ചിമ്പു അല്ലെങ്കിൽ ധനുഷു, ഇവരെല്ലാവരും. അതേപോലെ നമ്മുടെ മലയാള ഇൻഡസ്ട്രീൻ്റെ ലാലേട്ടൻ, മമ്മൂക്ക, ഇവരൊക്കെ ഉണ്ടായിരുന്നു ആ സ്റ്റേജിൽ. പിന്നെ അമിതാഭ് ബച്ചൻ, എല്ലാം വലിയ നടന്മാരുണ്ടായിരുന്നു. അപ്പോൾ വിജയ്ക്ക് അവിടെ സീറ്റില്ല. ആ സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിജയ്, അജിത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തളപതി, അവരാണല്ലോ ആ സമയത്ത് ഉലകനായകൻ സൂപ്പർ സ്റ്റാർ കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരായിരുന്നു. അപ്പോൾ വിജയ് സാറിന് സീറ്റില്ല. വിജയ് സാറിനോട് പറഞ്ഞു പിന്നിലിരിക്കാൻ വേണ്ടി പറഞ്ഞു. ഇപ്പം കണ്ട നെഹ്റു സ്റ്റേഡിയത്തിൽ CM ആയ വിജയ് സാറിൻ്റെ ആ സീറ്റ്, അവിടെ സീറ്റില്ല. ഇപ്പം അവിടെ ആരായി CMൻ്റെ സീറ്റ് കിട്ടി വിജയ് സാറിന്. ഓക്കെ, അപ്പോൾ ആ സമയത്ത് പിന്നിലിരിക്കാൻ പറഞ്ഞു. വിജയ് സാറ് പോയിട്ട് പിന്നിലിരുന്ന് അവിടെ ഇങ്ങനെ വിഷാദനായിട്ട് ഇങ്ങനെ ഇരിക്കുക. അപ്പം നമ്മൾ ആ സമയത്തായിരുന്നു വിക്രം സാറ്, വിജയ് സാറിൻ്റെ ഭയങ്കര ക്ലോസ് ആയിട്ടുള്ള ഒരു ഫ്രണ്ടായിരുന്നു വിക്രം സാറ്. അത് പല വേദികളിലും വിക്രം സാറും പറഞ്ഞിട്ടുണ്ട്, എനിക്ക് പേഴ്സണലി അത്രയും ക്ലോസ് ആയിട്ടുള്ള ഒരാളാണ് വിജയ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം വിക്രം സാർ അവിടെ പോയിരുന്നു. അതുപോലെ രജനീകാന്ത് സാറിൻ്റെ മകള്, ഇവരെല്ലാം അവിടെ ഇരുന്ന് വിജയ് സാറിന് കുറച്ച് സപ്പോർട്ട് കൊടുത്തു. അത് കഴിഞ്ഞ് വിജയ് സാറ് അവിടുന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു, എല്ലാവർക്കും നല്ല രീതിയിൽ നന്ദിയും കാര്യങ്ങളൊക്കെ പറഞ്ഞു. അതും കഴിഞ്ഞു. അപ്പോഴും നമ്മളാരും പ്രതീക്ഷിച്ചില്ല വിജയ് സാർ ഇതെല്ലാം മനസ്സിൽ വെക്കുന്നുണ്ട്. അതും കഴിഞ്ഞ് പിന്നെ
പിന്നെ വിജയ് സാറിൻ്റെ പടം നോക്കിയാൽ തന്നെ മനസ്സിലാക്കാൻ പറ്റും. തുപ്പാക്കി ഭയങ്കര ഹിറ്റായിട്ട് നിന്നു. പിന്നെ വിജയ് സാറ് മുരുകദാസ് സാറിൻ്റെ കൂടെ കത്തി എന്ന് പറഞ്ഞ പടം. കത്തി എൻ്റെ മൈ ഫേവറേറ്റ് മൂവിയാണ് കത്തി. അതിൻ്റെ അകത്ത് ഡബിൾ ആക്ഷനാണ്. ജീവാനന്ദം, കതിരേശൻ. ഒരു രക്ഷയില്ല. അഭിനയിക്കാൻ അറിയില്ല എന്ന് പറയുന്ന ആൾക്കാർ ജീവാനന്ദത്തിൽ കാണിച്ചു കൊടുത്തു. പിന്നെ നമ്മൾ പണ്ട് മുതലേ കണ്ടുവരുന്ന ആക്ഷൻ കതിരേശൻ. ഒരു രക്ഷയില്ലാത്ത ഇൻട്രവെല്ലും ക്ലൈമാക്സും പക്ക. എനിക്കതിലെ ലാസ്റ്റ് പാട്ട് ഭയങ്കര ഇഷ്ടമാണ്. ആർ പെറ്റ മകനോ നീ ആർ പെറ്റ മകനോ. അത് ഏറ്റവും സ്യൂട്ടബിളായിട്ട് വിജയ് സാറിനാണ് ഞാൻ കാണുന്നത്. ഇപ്പോൾ പണ്ടത്തെ പാട്ടുകളെല്ലാം നോക്കിക്കഴിഞ്ഞാൽ രജനീകാന്ത് സാറിൻ്റെ കുറേ പാട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായി. അത് SPB സാറ് പാടി, രജനീകാന്ത് സാറ്, ഇവരെല്ലാം കൂടിയിട്ടുള്ള ഒരു കോമ്പിനേഷൻ ഭയങ്കര. അതുപോലെ തന്നെയാണ് ഈ ഒരു പാട്ട്. ആ കേൾക്കുമ്പോൾ ഭയങ്കര ഒരു ഇമോഷണൽ ആയിട്ടുള്ള. ഇപ്പോൾ ലാസ്റ്റ് ജനനായകൻ്റെ ഓഡിയോ ലോഞ്ചിൻ്റെ അകത്ത് ആ പാട്ട് വെച്ച് വിജയ് സാറിന് വെച്ചിട്ട് വിജയ് സാറിന് എന്താ പറയുക, ഒന്ന് ഇമോഷണലി അവരെ ഫാൻസുകാർ ഒന്ന് ഇതാക്കാൻ നോക്കി. പക്ഷെ ആ സമയത്ത് വിജയ് സാറ് കട്ടിച്ച് പിടിച്ച് നിന്നു. അപ്പോൾ ആ ഒരു പാട്ട് എനിക്ക് ഭയങ്കര കണക്റ്റഡ് ആയിട്ടുള്ള പാട്ടാണ്. അത് കഴിഞ്ഞ് കത്തി ഭയങ്കര സൂപ്പർ ഹിറ്റായി. അതായത് തുപ്പാക്കി കത്തി എന്ന് വെച്ച് നോക്കുമ്പം ആസ് എ ഫാൻ എനിക്ക് കത്തിയാണ് ഇഷ്ടം. അത് കഴിഞ്ഞ് കുറച്ച് കാലം കഴിഞ്ഞു, തുപ്പാക്കി കഴിഞ്ഞു. പിന്നെ വരുന്നത് അറ്റ്ലി ആയിട്ടുള്ള കോമ്പിനേഷനാണ്. അറ്റ്ലി എന്നാ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എന്തിരൻ ഷൂട്ടിങ് കഴിഞ്ഞിട്ട് എല്ലാം കഴിഞ്ഞ് എന്തിരൻ അസിസ്റ്റൻറ്റ് മാനേജറായിട്ടാണല്ലോ അറ്റ്ലി ഉള്ളത്. അപ്പം അതും കഴിഞ്ഞു. പിന്നെ അറ്റ്ലി ആരെ കൂടിയായിരുന്നു, നൻപൻ്റെ അതിലും ശങ്കർ സാറിൻ്റെ അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്തു. അപ്പം അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് എല്ലാം കഴിഞ്ഞ് ഷൂട്ടിംഗ് എല്ലാം കഴിഞ്ഞ സമയത്ത് നൻപ വാ പക്കത്തിലുക്കാറ് എന്ന് പറഞ്ഞിട്ട് അടുത്ത് വന്ന് ഇരുത്തി. എന്നിട്ട് പറഞ്ഞു നല്ലൊരു കഥയോടെ വാ, ഞാൻ കൂടെ വരെ, ഞാൻ സപ്പോർട്ട് പണ്ടുറേന്ന് ചൊല്ലി. അപ്പോൾ അറ്റ്ലി സാറ് രാജറാണിയെല്ലാം എടുത്ത് ഒരു നല്ലൊരു ബേസ് ഉണ്ടാക്കിയിട്ട് ഒരു നല്ല കഥയോടെ പോയി. തെറി എന്ന് പറഞ്ഞ കഥയോടെ പോയി. അതും എൻ്റെ ഒരു ഫേവറേറ്റ് മൂവിയായിരുന്നു. ആ സമയത്ത് മൊബൈലിൽ ഏകദേശം 1 വർഷത്തോളം എൻ്റെ മൊബൈലിൽ ആ പടം ഓടി. തെറി എന്ന് പറഞ്ഞ പടം ഓടി. അതിനു മുമ്പ് പുലി എന്ന് പറഞ്ഞ പടം ഇറങ്ങിയായിരുന്നു. ആ പുലി എന്ന് പറഞ്ഞ പടത്തിന് ഭയങ്കര കളിയാക്കലും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഓക്കെ, എല്ലാവരും വിചാരിക്കുന്നു പിന്നെ അങ്ങനത്തെ ഒരു പടം എന്തിനാണ് എടുക്കുന്നത്, വിജയ് സാറിൻ്റെ പടം എന്ന് പറയുമ്പോൾ എന്താ പറയുക, കുറച്ചും കൂടി ഒന്ന് ബാഹുബലി പോലെ അങ്ങനെ ആ സമയത്ത് ബാഹുബലി ഇറങ്ങിയിട്ട് തോന്നുന്നു. അപ്പോൾ പുലി അങ്ങനെ ഒരു ഭയങ്കര പക്ഷെ നമ്മൾ ആ ഒരു ഓണത്തിൻ്റെ സമയത്തായിരുന്നു പടം റിലീസ് ചെയ്തത്. അപ്പോൾ ഞാൻ ഓണത്തിന് പൂവിടുന്ന സമയത്ത് വരെ പുലീൻ്റെ ഇത് വെച്ചിട്ടായിരുന്നു പൂവിട്ടത്. അപ്പോൾ നമുക്ക് ആ ഒരു മനസ്സിലതാണ് അണ്ണൻ എന്നുള്ളൊരു ഇതാണ്. അപ്പോൾ തെറി ഞാൻ പറഞ്ഞില്ല, 1 വർഷത്തോളം എൻ്റെ മൊബൈലിൽ ആ പടം ഉണ്ടായിരുന്നു. അതിൻ്റെ അകത്തുള്ള സീൻസും കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. അതിൻ്റെ അകത്തുള്ള റൊമാൻസ്, പിന്നെ കോമഡീൻ്റെ കാര്യം പിന്നെ പറയണ്ട. കോമഡി പക്ക കോമഡി ആയിട്ട് എൻ്റെ ഒരു ഇതിൽ പക്ക നമുക്ക് വെറുപ്പിക്കാത്ത രീതിയിൽ കോമഡി ചെയ്യുന്നത് വിജയ് സാറ് മാത്രമാണ്. അതിപ്പോൾ ആക്ഷനും ഇതും ഡാൻസും മാത്രമല്ല, കോമഡി നല്ല രീതിയിൽ വർക്കൗട്ട് ആവും വിജയ് സാറിന്. അത് ഗില്ലിയിൽ നമ്മൾ കണ്ടിട്ടുണ്ട്, തിരുപ്പാച്ചിയിൽ കണ്ടിട്ടുണ്ട്, തിരുമല അതെല്ലാം അതിലും കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ലാസ്റ്റ് ആ സമയത്ത് തെറിയിൽ വന്നു. തെറിയിൽ നല്ല രീതിയിൽ എനിക്ക് ഭയങ്കര കണക്റ്റാക്കി ആ പടം. അത് നമ്മൾ എന്താ പറയുക, ഭയങ്കര റൊമാൻസ് സീനായാലും എല്ലാം പക്കായിരുന്നു. തെറി കഴിഞ്ഞു. പിന്നെ വിജയ് സാറ് കുറേ പടങ്ങൾ ഇങ്ങനെ ഇതെല്ലാമായി. പിന്നെ കുറച്ച് പരാജയം. അതേപോലെ എപ്പോഴും അങ്ങനെയാണല്ലോ, ഒരു ഗ്രാഫ് അങ്ങനെയാണ്, പരാജയം വിജയം ആ ലെവലായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് മെർസൽ എന്ന് പറഞ്ഞ പടം. മെർസൽ ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു പടം. അതും കണ്ണൂർ കവിതാ തിയേറ്ററിനായിരുന്നു കണ്ടത്. അപ്പോൾ അത് എന്താ പറയുക, ആ ഒരു ഡ്രസ് കോഡും കാര്യങ്ങളൊക്കെ ആയിരുന്നു നമ്മൾ ആ പടം കാണാൻ പോയത്. മെർസൽ ആക്ച്വലി ഭയങ്കര കണക്റ്റ് ആവുന്ന ട്രിപ്പിൾ ആക്ഷൻ ആയിരുന്നല്ലോ. അപ്പോൾ അതിൻ്റെ അകത്തുള്ള ആളപ്പോറ തമിഴൻ ആ പാട്ട്, എന്ത് വൈബ, എന്ത് രസമാണ് പാട്ട്. മ്യൂസിക് എ ആർ റഹ്മാൻ സാറിനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ രജനി സാറിനും വിജയ് സാറിനും ഒരു പാട്ട് എഴുതുമ്പം അവരെ ഒരു പൊസിഷൻ, അവരെ ഒരു കരിഷ്മ അതെല്ലാം വെച്ചിട്ടാണ് നമുക്ക് ആ മ്യൂസിക് കണക്റ്റ് ആവും, ഓട്ടോമാറ്റിക്കായിട്ട് കണക്റ്റ് ആവും എന്ന് പറഞ്ഞായിരുന്നു. അതേപോലെ അത് കഴിഞ്ഞ് ആ പടം ഭയങ്കര ഹിറ്റായി. ഭയങ്കര നല്ലൊരു പാട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് ഭയങ്കര നല്ല രീതിയിൽ ഓടി പടം. അത് കേരളത്തിലും ഭയങ്കര ഹിറ്റായി. പിന്നെ ആ സമയത്തായിരുന്നു നമ്മൾ ഈ ടീസറെല്ലാം ഇറങ്ങുന്നത്. ഫസ്റ്റ് ഇപ്പല്ലേ ട്രെയിലറും ടീസറും. ആ സമയത്ത് ഫസ്റ്റ് ട്രെയിലറെല്ലാം ഭയങ്കര എന്താ പറയുക, ഭയങ്കര ഫാസ്റ്റ് വ്യൂവേഴ്സ് എല്ലാം അതിലുണ്ടായിരുന്നു. അതും കഴിഞ്ഞ് മെർസൽ ഇറങ്ങി. പിന്നെ 2017-18 കാലഘട്ടത്തിൽ സർക്കാർ ഇറങ്ങി. സർക്കാർ പക്ക എന്താ പറയുക, ഒരു പൊളിറ്റിക്കൽ പടമാണ്. അപ്പോൾ നമ്മളൊരിക്കലും വിചാരിച്ചിട്ടുണ്ടാവില്ല
സർക്കാരിൻ്റെ റീമേക്ക് അല്ലെങ്കിൽ സർക്കാരിൻ്റെ റീമേക്കാണ് അണ്ണൻ ഇന്ന് കാണിക്കാൻ പോയതെന്നുള്ള രീതിയിൽ നമ്മൾ ഇപ്പോൾ ട്രോൾ മറ്റേ വീഡിയോസിൻ്റെ അകത്ത് ഇൻസ്റ്റയിൽ റീൽസിൻ്റെ അകത്തെല്ലാം കാണുന്നത്. അതായത് ആ സർക്കാർ മൂവി എങ്ങനെയുണ്ടോ അതേപോലെ തന്നെ ഇപ്പം നടന്നു. അതിൻ്റെ അകത്ത് ഒരാളെ വോട്ടിൻ്റെ കാര്യം അതിപ്പോൾ ഇവിടെ നടന്നല്ലേ, ഒരു വോട്ടിൻ്റെ കാര്യം വരെ അണ്ണൻ ആ സമയത്ത് പ്രെഡിക്റ്റ് ചെയ്തു. അപ്പോൾ ആ സമയത്ത് ആ ഓഡിയോ ലോഞ്ചിൽ ഓർമ്മയില്ലോ അണ്ണൻ പറയുന്നേ, ഒരാൾ വരും, അവർ അടിപ്പെട്ട് നൊന്ത് വേദനിച്ച് അയാൾ വരും, അവർ കീഴെ പാറ് ഒരു സർക്കാർ. അത് നമ്മൾ കണ്ടു. അത് എങ്ങനെ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നതെന്ന് എനിക്ക് അറിയുന്നില്ല. അണ്ണൻ എല്ലാ കാര്യവും ഭയങ്കര കാൽക്കുലേഷനും കാര്യങ്ങളൊക്കെയാണ്. അത് മാത്രമല്ല എന്താ പറയുക, കാം ആൻഡ് ക്വയറ്റ് കൺസിസ്റ്റൻസി, എല്ലാ കാര്യങ്ങളും അണ്ണൻ പക്കാ ഡീലാണ്. അപ്പോൾ സർക്കാർ കഴിഞ്ഞേരം അത് കുറേ ആൾക്ക് കണക്റ്റ് ആയില്ല. പക്ഷെ ഇപ്പം എല്ലാവർക്കും കണക്റ്റ് ആയിട്ടുണ്ടാവും. ആ സമയത്ത് കണക്റ്റ് ആവാത്തവർക്ക് ഇപ്പം കണക്റ്റ് ആയിട്ടുണ്ടാവും, സർക്കാർ കണക്റ്റ് ആയിട്ടുണ്ടാവും. അപ്പോൾ അതും കഴിഞ്ഞ് നമ്മളിങ്ങനെ ഓരോ പടങ്ങളായിട്ട് ഇങ്ങനെ പോയി. പിന്നെ പടങ്ങൾ എല്ലാം ഭയങ്കര ഒരു വേറെ ലെവലിലുള്ള പടങ്ങൾ, നല്ല രീതിയിലുള്ള പടങ്ങളെല്ലാം വന്നു. പിന്നെയാണ് നമ്മൾ കൊറോണ ടൈമിലൊരു വലിയ സംഭവം. കൊറോണ ടൈമിൽ എല്ലാ തിയേറ്ററും കാര്യങ്ങളും എല്ലാം ക്ലോസ് ആയി. എന്താ പറയുക, പടങ്ങളൊന്നും റിലീസാക്കാൻ പറ്റത്തില്ല. ഇപ്പോൾ ഇവിടെ ദൃശ്യം 2 കാര്യങ്ങളൊക്കെ വന്നു. അപ്പോൾ അതൊക്കെ വന്ന സമയത്ത് എല്ലാവരും പറഞ്ഞു ആമസോണിലും പ്രൈമിലും മറ്റേ ഇതിലെല്ലാം നമുക്ക് റിലീസ് ചെയ്യാമെന്ന് പറഞ്ഞു. അണ്ണൻ പറഞ്ഞു പറ്റത്തില്ല, എൻ്റെ പടം ഞാൻ തിയേറ്ററിൽ മാത്രമേ, അത് എപ്പോൾ തിയേറ്റർ ഓപ്പൺ ചെയ്യുന്നു അപ്പോൾ ഇവിടുന്ന് തന്നെ നമ്മളെ കേരളത്തിൽ നിന്ന് ദിലീപും എല്ലാവരും പ്രൊഡ്യൂസർ അസോസിയേഷനും എല്ലാവരും സംസാരിച്ചായിരുന്നു. നമുക്കൊരു വലിയൊരു എന്താ പറയുക, നമുക്കൊരു വരപ്രസാദം പോലെ നമുക്കല്ല പ്രൊഡ്യൂസറിന് ഒരു ലാഭം കിട്ടാൻ വേണ്ടി സാക്ഷാ വിജയിൻ്റെ പടം തന്നെ വരുന്നു, ദിലീപ് പറഞ്ഞായിരുന്നു ആ സമയത്ത്. അപ്പോൾ ആ പടം എന്താ പറയുക 50% സീറ്റിൽ കപ്പാസിറ്റിയിലായിരുന്നു ആ പടം റിലീസായത്. എന്നിട്ട് തന്നെ ആ പടം 250 കോടി അടിച്ചു ആ സമയത്ത്, കൊറോണ സമയത്ത്. ഒരു പക്ക എന്താ പറയുക, അനിരുദ്ധിൻ്റെ മ്യൂസിക് എന്ന് പറഞ്ഞാൽ കത്തിയിൽ നമ്മൾ കണ്ടതാണ്. അതേപോലെ തന്നെ മാസ്റ്ററിൽ ഭയങ്കര ആയിരുന്നു. അപ്പോൾ കത്തീൻ്റെ സക്സസ്സിൽ ഒരു ഇൻസ്ട്രുമെൻറ്റ് പിയാനോ കൊടുത്തു, വിജയ് സാർ കൊടുത്തു. ആ ഇൻസ്ട്രുമെൻ്റ് തന്നെയാണ് അനിരുദ്ധ് പറയാറ്, ഏത് മൂവി ഞാൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഫസ്റ്റ് അത് വെച്ചിട്ടാണ് ഞാൻ തുടങ്ങാറുള്ള രീതിയിൽ. അവർ പക്ക എന്താ പറയുക ഫാൻ ബോയ്, അറ്റ്ലീനെ പോലെയും ലോകേഷിനെ പോലെയും നെൽസനെ പോലെയും അനിരുദ്ധും പക്ക എന്താ വിജയ് സാറിന് മ്യൂസിക് കൊടുക്കുമ്പോൾ എന്ന് പറയുമ്പോൾ ഒരു പക്ക രസമായിരിക്കും. ഒരു BGM എന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങേ അറ്റത്തുള്ള BGM ആയിരിക്കും. ഇൻ്റർവെൽ ബ്ലോക്ക് ആണെങ്കിലും ഫൈറ്റിൻ്റെ മ്യൂസിക് BGMs എല്ലാം ആണെങ്കിലും പക്ക ആയിട്ടായിരുന്നു. അപ്പോൾ ആ മാസ്റ്റർ ഇറങ്ങി അതെല്ലാം കഴിഞ്ഞ് ഭയങ്കര സക്സസ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് പിന്നെ വിജയ് സാറിൻ്റെ ഒരു റേഞ്ച് എവിടുന്നാണ് മാറിയെന്ന് പറഞ്ഞാൽ മെർസൽ എന്നാണ് മാറിയത്. മെർസലിന് ഇളയ ദളപതി എന്നുള്ള ആ ഒരു ടൈറ്റിൽ മാറി ദളപതി എന്നുള്ള ടൈറ്റിലേക്ക് വന്നു. അപ്പോൾ ആ ടൈറ്റിൽ ദളപതി എന്ന് വരുമ്പോൾ നമുക്ക് ആദ്യം പെട്ടെന്ന് അയ്യോ ഇതെന്നാ നമ്മളെ പഴയ ദളപതി ഇളയ ദളപതി പോയോ, അങ്ങനെ ഒരു വിഷമവും കാര്യങ്ങളൊക്കെ അത് ഉണ്ടായിരുന്നു. പിന്നെ അണ്ണം വളർന്നു കഴിഞ്ഞാൽ നമുക്ക് സന്തോഷിക്കാൻ പറ്റുള്ളൂ എന്ന് വിചാരിച്ച് നമ്മൾ ആ ലെവലിൽ ദളപതി എന്നുള്ള ടൈറ്റിലും കാര്യങ്ങളൊക്കെ ഭയങ്കര കണക്റ്റായി. പിന്നെ അതേപോലെ കുറച്ച് പടങ്ങളെല്ലാം വന്നു. പിന്നെ മാസ്റ്റർ ഇറങ്ങിയതിന് ശേഷം പിന്നെ കുറേ പടങ്ങൾ, കുറച്ച് പരാജയങ്ങളൊക്കെ വന്നു. പിന്നെ അത് കഴിഞ്ഞ് വന്നതാണ് ലിയോ ഇതേപോലെ ഒരു തുപ്പാക്കിൻ്റെ ഒരു ഓളായിരുന്നു കേരളത്തിലാണെങ്കിലും. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ LCUവും കാര്യങ്ങളൊക്കെ വരുന്നു എന്നെല്ലാം പറഞ്ഞിട്ട് ഭയങ്കര സംസാരവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ലിയോ ഇറങ്ങിയ സമയത്ത് ഫസ്റ്റ് ഡേ കളക്ഷൻ കേരളത്തിൽ ഡബിൾ ഡിജിറ്റ്, ഇവിടെ മോഹൻലാൽ സാറുണ്ട്, മമ്മൂട്ടി സാറുണ്ട്, ഇവരെല്ലാവരും ഉണ്ടായിട്ടും ഒരു ഡബിൾ ഡിജിറ്റ് വരാൻ കാരണം ആ ലിയോ എന്ന് പറഞ്ഞാൽ 12 കോടിയായിരുന്നു. അതിപ്പം ബ്രേക്കായി, എമ്പുരാൻ ബ്രേക്ക് ചെയ്തു. പക്ഷേ അത് തമിഴ്നാട്ടിലും അല്ലെങ്കിൽ കേരളത്തിലും ഭയങ്കര ഹിറ്റായിരുന്നു, എല്ലാം ഭയങ്കര ഒരു ഇതായി. അപ്പോൾ ആ ഒരു ഓഡിയോ ലോഞ്ചിലും വിജയ് സാറിൻ്റെ ഓരോ ഓഡിയോ ലോഞ്ചും നമ്മൾ കാണുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര മോട്ടിവേഷൻ തരുന്ന കുറേ കഥകളുണ്ട്. കുട്ടി സ്റ്റോറി ഇപ്പം ഞാൻ പറയുന്നുണ്ടല്ലോ, ഓരോ കുട്ടി സ്റ്റോറി കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടല്ലോ. അപ്പോൾ ആ ഒരു കുട്ടി സ്റ്റോറി ഭയങ്കര രസമാണ് കേട്ടിരിക്കാൻ. അപ്പോൾ വിജയ് സാറിൻ്റെ പടം എന്ന് പറയുമ്പോൾ ഒരു ടീസർ ഇറങ്ങും യൂട്യൂബിൽ, വെയിറ്റ് ചെയ്യും 5 മണിയാകുമ്പം ടീസർ ഇറങ്ങും, അല്ലെങ്കിൽ ഒരു ട്രെയിലർ ഇറങ്ങും, പിന്നെ പാട്ടിൻ്റെ റിലിക്കൽ വീഡിയോസ് എല്ലാം ഇറങ്ങും. അതെല്ലാം കാണാൻ വേണ്ടിയിട്ട് ഭയങ്കര ആവേശമായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് ഓഡിയോ ലോഞ്ചിൻ്റെ സമയത്തെല്ലാം പല പ്രശ്നങ്ങളും കാര്യങ്ങളും എല്ലാവരും ഉണ്ടാക്കുവാണെങ്കിലും ആ ഒരു കൊട്ടി സ്റ്റോറി എല്ലാ കാര്യങ്ങളെല്ലാം മോട്ടിവേഷനെല്ലാം നമുക്കൊരു ഭയങ്കരമായിട്ട് കണക്ട് ചെയ്യും. എന്തുകൊണ്ടാണ് ആസ് എ വിജയ് സാറിൻ്റെ ഫാനായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു സാധാ മിഡിൽ ക്ലാസ് ഫാമിലി, നമുക്ക് ചില കാര്യങ്ങളൊന്നും നമ്മളെ കയ്യിൽ ഒതുങ്ങൂല, നമുക്ക് വീട്ടുകാരെ നോക്കണം കാര്യങ്ങളെല്ലാം ആയിട്ട്. അപ്പോൾ അതെല്ലാം ഭയങ്കര ഇതായിട്ട് കണക്ട് ചെയ്യും. വിജയ് സാറിൻ്റെ പടത്തിൽ അതെല്ലാം ഭയങ്കര പക്ക
പക്ക ഇതായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും എല്ലാ പടവും. അപ്പോൾ എന്താ പറയുക, നമുക്ക് ചെയ്യാൻ പറ്റുന്ന ചെയ്യും. അത് നെടുമുടി സാറ് പറയുന്നുണ്ടല്ലോ, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന വിജയ് ചെയ്യും. അത് എന്താ പറയുക, അങ്ങനെ ഒരു മറ്റേ ഒരു സൈമൺ എന്ന് പറഞ്ഞ പോക്കിരി സൈമൺ എന്ന് പറഞ്ഞ പടത്തിൻ്റെ അത് പറയുന്ന ഡയലോഗ് തന്നെയാണ് എനിക്കിപ്പോൾ ഓർമ്മ വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റാത്തത് കാണാൻ പറ്റും, ചെയ്യാൻ പറ്റാത്തത് ചെയ്യും. ഇപ്പോൾ ചെയ്ത് കാണിച്ചു ആ ഡയലോഗ് കറക്റ്റായി മാറി. അപ്പോൾ അതിറങ്ങി. ഇപ്പോൾ ലാസ്റ്റ് ജനനായകൻ നമ്മൾ കുറേ പ്രതീക്ഷയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. നമുക്ക് ഇറങ്ങിയില്ല. ഒരു കുറേ രാഷ്ട്രീയം ഇപ്പം അറിയാലോ. ഇപ്പം വിജയ് സാറ് സിനിമയിൽ വന്നു ഒരു ചെറിയൊരു നടനായിട്ട് ഇതാവണമെന്ന് മാത്രം വിജയ് സാറ് അങ്ങനെ ആഗ്രഹിച്ചേ. പക്ഷേ അവർ ഇളയ ദളപതിയാക്കി സൂപ്പർ സ്റ്റാർ പട്ടം വരെ കൊടുക്കാൻ നോക്കി. പക്ഷേ സൂപ്പർ സ്റ്റാർ പട്ടം എനിക്ക് വേണ്ടാന്ന് പറയുന്നു. അത് സൂപ്പർ സ്റ്റാർ എന്ന് പറഞ്ഞാൽ സൂപ്പർ സ്റ്റാർ, ഉലകനായകൻ എന്ന് പറഞ്ഞാൽ ഉലകനായകൻ, ക്യാപ്റ്റൻ എന്ന് പറഞ്ഞാൽ ക്യാപ്റ്റൻ, തല എന്ന് പറഞ്ഞാൽ തല, ഇളയ ദളപതി എന്ന് പറഞ്ഞാൽ ഒരാൾ. അതെന്ന് പറഞ്ഞാൽ ആ ലെവലിൽ വിജയ് സാറിനെ പറഞ്ഞിട്ടുണ്ട്. വിജയ് സാറിന് അങ്ങനെ ഒരു ഇതോ കാര്യങ്ങളൊന്നും ആഗ്രഹിക്കില്ല. പക്ഷേ വിജയ് സാറിന് എല്ലാ കാൽക്കുലേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ക നല്ലൊരു ഹ്യൂമൻ. എന്താ പറയുക, നമുക്ക് ഒരാളെ കണ്ടാൽ മനസ്സിലാവില്ല എങ്ങനെയാണ് കാര്യങ്ങൾ. നമ്മൾ ആ ഒരു സംസാരിക്കുന്ന രീതിയാണെങ്കിലും എല്ലാവരോടും ആ ഒരു ലെവലിൽ നിൽക്കുന്നു. അപ്പോൾ ഒരു നല്ലൊരാളുമാണ്, നല്ലൊരു നടനാണ്, നല്ലൊരു CM ആയി മാറട്ടെ എന്ന് ആശംസിക്കുന്നു. വേറെ ആരെയും നമ്മൾ ആരെപ്പറ്റിയിട്ട് കുറ്റമോ കാര്യങ്ങളോ ഒന്നും നമ്മൾ ഈ വീഡിയോയിൽ പറഞ്ഞിട്ടില്ല. ഫാൻ ഫൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അത് ഫാൻ ഫൈറ്റ് കഴിഞ്ഞു. പിന്നെ പൊളിറ്റിക്സിലും പല ആൾക്കാരും പലതും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതൊന്നും നമ്മളെ വിഷയമല്ല. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു വഴി, എന്താ പറയുക, നമ്മളൊരു നദി പോലെ ഒഴുകണം എന്നാണ് വിജയ് സാറ് പറയുന്നത്. അതിൽ കല്ലെറിയുന്നവരുണ്ടാവും, പൂക്കൾ എറിയുന്നവരുണ്ടാവും, എല്ലാം നമ്മളെ വണങ്ങുന്നവരുണ്ടാവും, എല്ലാം ഉണ്ടാവും. അപ്പോൾ വിജയ് സാറ് പറഞ്ഞ പോലെ തന്നെ നമ്മൾ ആ ഒരു മോട്ടിവേഷനും കാര്യങ്ങളും തന്നെ നമ്മളെ ലൈഫിലും നമ്മളെടുത്തിട്ട് നമ്മളെല്ലാവരും വിജയിക്കുക. അതാണ് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. അതുകൊണ്ട് ഇന്ന് ഭയങ്കര സന്തോഷമുള്ള ഒരു ദിവസമാണ്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിക്കാരൻ ഒരു നല്ലൊരാളാണ്. നമ്മൾ ചൈൽഡ്ഹുഡ് തൊട്ടേ നമ്മൾ 10-26 വർഷം കഴിഞ്ഞു. അത് തുള്ളാതാനം തുള്ളോട്ട് ഇന്നത്തെ ദിവസം വരെ ഒരു 26 വർഷത്തോളം വിജയ് സാറിൻ്റെ ഫാനായിരുന്നു. അപ്പം കുറേ ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ പറഞ്ഞു, നീ ഇങ്ങനെ പോസ്റ്റ് മാത്രം ചെയ്താൽ എങ്ങനെയാണ്, നീ വലിയ വിജയ് ഫാൻ അല്ലേ, എന്നാണ് നീ ഒരു വോയിസ് ഇട് അല്ലെങ്കിൽ സംസാരിക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ സംസാരിച്ചു. അപ്പോൾ ഇത് എല്ലാവർക്കും വേണ്ടിയിട്ട് ഞാൻ വിജയ് സാറിൻ്റെ പേരിലും എല്ലാവരും ഭയങ്കര സന്തോഷം, പറഞ്ഞറിയിക്കാത്ത സന്തോഷം. പണ്ടത്തെ ഡയലോഗ് തന്നെ, ഇളയ ദളപതി വിജയ്ക്ക്. അപ്പോൾ പണ്ട് മുതലേ പഠിച്ചതാണ്. CM ആണായാലും ആരായാലും അണ്ണനാണ്, തമ്പിയാണ്. ഭയങ്കര സന്തോഷം. ഓക്കെ, അപ്പോൾ ഓൾ ഈസ് വെൽ. നൻപീസ്. ബൈ.